ഇറാൻ ഭരണകൂടം തകരുമെന്നത് വെറും മിഥ്യാധാരണ മാത്രമാണ്. അങ്ങനെ സ്വപ്നം കാണുന്നവർ ഇപ്പോഴും മൂഢസ്വർഗത്തിലാണ്. കാരണം അമേരിക്ക തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന ഒരു അമ്പരപ്പും ആകാംക്ഷയുമാണ് ലോകരാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്. കാരണം എന്തെന്നാൽ US രഹസ്യാന്വേഷണ റിപ്പോർട്ടിലാകട്ടെ ഇറാൻ ഭരണകൂടം ഒരിക്കലും തകരില്ല എന്നും ഇറാൻ ഭരണകൂടത്തിൽ വിള്ളലുകളില്ല എന്നും ഇപ്പോഴും സംഘടിതമാണ് എന്നും ഉടനൊന്നും തന്നെ നിലം പതിക്കില്ല എന്നതാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെയാകാം വിദഗ്ധരടക്കം ഇത്തരമൊരു വിലയിരുത്തൽ നടത്തിയിരിക്കുന്നത്. യുദ്ധം ഇറാനിലെ മതഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ തങ്ങൾക്ക് തീർച്ചയില്ല എന്ന് രഹസ്യ ചർച്ചകളിൽ ഇസ്രായേൽ നേതൃത്വം സമ്മതിച്ചിട്ടുണ്ട് എന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇവിടെ അമേരിക്ക തന്നെ ഇത്തരം ഒരു റിപ്പോർട്ട് പറയുന്നതിൽ തന്നെ ആശങ്ക വളരെയധികം നിലനിൽക്കുന്നതായും ലോകരാജ്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ 3 രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ നിലപാടുകളാണ് അവർ എടുത്തിരിക്കുന്നത്. ആയതിനാൽ തന്നെ സംഘർഷം ഉടനൊന്നും തന്നെ അവിടെ തീരില്ല എന്ന വസ്തുതയാണ് ഇപ്പോൾ ലോകം കേൾക്കുന്നതും. US രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെയാണ്: ഇറാനു നേരെ USഉം ഇസ്രായേലും നടത്തുന്ന രക്തരൂക്ഷിതമായ യുദ്ധം 2 ആഴ്ച പൂർത്തിയാകുമ്പോഴാണ് ഇത്തരത്തിൽ വിഷയം വലിയ രീതിയിൽ വലിയ വിദഗ്ധമായ ഒരു 3 പേരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം തകർച്ച ഭീഷണി നേരിടുന്നില്ല എന്നും ജനതയ്ക്ക് മേൽ അവർക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട് എന്നതാണ് വിവിധ രഹസ്യാന്വേഷണ റിപ്പോർട്ടിലെ വിവരം. യുദ്ധത്തെ തുടർന്ന് ആഗോള എണ്ണവില അത് കുത്തനെ ഉയരുന്നു, അല്ലെങ്കിൽ അത്തരമൊരു രീതിയിലേക്ക് ട്രംപ് സർക്കാരിന് മേൽ രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇറാൻ യുദ്ധം US ഉടൻ തന്നെ തീർക്കുമെന്ന് ട്രംപ് പറയുകയാണ് ചെയ്തത്. എന്നാൽ ഇറാൻ നേതാക്കൾ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിന്നാൽ യുദ്ധത്തിന് USന് സ്വീകാര്യമായ ഒരു പരസ്യ പ്രസ്താവന അല്ലെങ്കിൽ ഇത്തരം ഒരു രീതിയിൽ അത് കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുമെന്ന വിലയിരുത്തലടക്കം പുറത്തു വന്നിരുന്നു. യുദ്ധം തുടങ്ങിയ ഫെബ്രുവരി 28-ന് തന്നെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനിയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിലെ ഉന്നത കമാൻഡർമാരെ അടക്കം USഉം ഇസ്രായേലും വധിക്കാൻ ഇടയായിരുന്നു. എന്നാൽ ഉടൻ തന്നെ ഇടക്കാല നേതൃത്വം അവിടെ ചേർന്നുകൊണ്ട് രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഹോർമോസ് അടച്ചതിൽ തുടരുക, അതായത് ഈ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് അവിടെ പുതിയ പരമോന്നത നേതാവായി തന്നെ മുജ്തബ ഖൊമേനി അവിടെ എത്തുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ഹോർമോസ് കടലിടുക്ക് അടച്ചിടുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ച പോലും തങ്ങൾ ചെയ്യാൻ തയ്യാറല്ല, അടച്ചിടൽ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് മുജ്തബ ഇവിടെ വ്യക്തമാക്കിയത്. അതായത് മുജ്തബയുടെ ആദ്യ സന്ദേശം ലോകത്തെ എണ്ണ നീക്കത്തിന്റെ ആ നിലയിലാണ് എന്നും അത് നടക്കുന്നത് ഹോർമോസ് കടലെടുക്ക് അടച്ചിടുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് എന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രസ്താവന. US ഇസ്രായേൽ ആക്രമണത്തിൽ രക്തസാക്ഷികളായവരുടെ ചോരയ്ക്ക് പ്രതികാരം ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം ഈ ഒരു മുന്നറിയിപ്പിലൂടെ നൽകിയിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ US സേനാ താവളങ്ങൾ അടയ്ക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവായ ശേഷം മുജ്തബ നൽകുന്ന ആദ്യ പ്രസ്താവന അല്ലെങ്കിൽ ആദ്യ സന്ദേശമാണിത്. വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ അദ്ദേഹം ഇതുവരെയും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. സന്ദേശം ഇറാന്റെ ദേശീയ ടെലിവിഷനിൽ വായിക്കുകയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ഇത്തരത്തിൽ അദ്ദേഹം പുറത്തു വരാത്തതും അദ്ദേഹത്തിന് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടാകാം എന്ന ഒരു വിലയിരുത്തലടക്കം പുറത്തു വരുന്നുണ്ട്. അതേസമയം എണ്ണ വിലക്കയറ്റം USന് നല്ലത് എന്നതാണ്. അതായത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യമെന്നും എണ്ണവില കൂടിയാൽ USന് കൂടുതൽ പണം ഉണ്ടാക്കാനാകുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അസംസ്കൃത എണ്ണവില ഉയരുന്നതിനേക്കാൾ തനിക്ക് പ്രധാനം ഇറാനിലെ തിന്മ നിറഞ്ഞ സാമ്രാജ്യം ആണവായുധം കൈവരിക്കുന്നതിലും പശ്ചിമേഷ്യയെയും ലോകത്തെയും തകർക്കുന്നതും തടയുക എന്നതായിരുന്നു ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ തന്നെ വ്യക്തമാക്കിയത്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു പ്രസ്താവന നടത്തി അല്ലെങ്കിൽ ഒരു ആദ്യ സന്ദേശം നൽകിക്കൊണ്ട് പുതിയ പരമോന്നത നേതാവ് രംഗത്ത് വരുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റു രീതിയിലേക്കും ഒരിക്കൽ പോലും ഇറാൻ ഭരണകൂടം തകരാൻ പോകുന്നില്ല, അത് തകർച്ചയുടെ വക്കിലേക്ക് എത്തില്ല എന്ന ഒരു സന്ദേശം കൂടി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.